ഇപ്പോൾ ഈ പല ബാങ്ക് മാനേജർമാരായാലും LIC ഏജന്റുമാരായാലും പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനികളുടെ ഏജന്റുമാരായാലും അവരുടെ കാര്യങ്ങൾ നടക്കുക എന്നുള്ളതിനാണ് അവർ എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത്. നിങ്ങളെ പലരെയും പോലെ ഒരു സാധാരണ ഫിനാൻഷ്യൽ അവസ്ഥയുള്ള ഒരാളാണ് ഞാൻ. അതേപോലെ തന്നെ നിങ്ങൾക്ക് പലർക്കും പറ്റുന്ന പല അബദ്ധങ്ങളും എനിക്കും മുൻപൊക്കെ പറ്റാറുണ്ട്. ഉദാഹരണമായിട്ട് നമ്മുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരെങ്കിലും ഒരു LIC ഏജന്റ് ഉണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലോ yielding ആയിട്ടുള്ള വളരെ കുറച്ച് മാത്രം നേട്ടം തരുന്നതായിട്ടുള്ള നിക്ഷേപ പദ്ധതികളുടെ ഏജന്റായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് അവരെ സഹായിക്കാൻ കൂടെ എന്തെങ്കിലും ചെറിയ പോളിസികളോ കാര്യങ്ങളോ ഒക്കെ ചേരുക എന്നുള്ളത് എൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാനത് തീർത്തും കുറച്ചുകൊണ്ട് വരികയാണ്. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഞാൻ അവസാനമായിട്ട് ചേർന്നിട്ടുള്ള ഒരു LIC പോളിസി എനിക്ക് എന്തുമാത്രം നഷ്ടം വരുത്തിയെന്നും അതേപോലെ തന്നെ ഈ LIC പോളിസിയിൽ ഞാൻ എങ്ങനെ അത് സറണ്ടർ ചെയ്തു അതിന്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷനുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. LIC പോളിസികൾ, അതിലെ എൻഡോമെന്റും മണി ബാക്കുമായിട്ടുള്ള പോളിസികൾ എന്തുമാത്രം മോശം റിട്ടേൺ തരുന്ന സംഗതികളാണ്. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ ഇൻഷുറൻസും ഇൻവെസ്റ്റ്മെന്റും എന്തുകൊണ്ട് കമ്പൈൻ ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളതിന്റെ ഒക്കെ ഉത്തമ ഉദാഹരണമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഏകദേശം 5 കൊല്ലം മുമ്പാണ് എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള ഒരു അകന്ന ബന്ധുവുമായിട്ടുള്ള ഒരു ആള് നമ്മളെ കാണാനായിട്ട് വന്നത്. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് എന്തോ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല, അതുകൊണ്ട് എന്തെങ്കിലും ഒരു സഹായം വേണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇത് നമ്മുടെ റുപ്പിമങ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പൊ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഏറ്റവും കാലദൈർഘ്യം കുറഞ്ഞിട്ടുള്ള ഒരു പോളിസി എടുക്കൂ, അങ്ങനെ നിങ്ങളെ ഞാൻ സഹായിക്കാൻ പറ്റും, ഏറ്റവും കുറഞ്ഞിട്ടുള്ള ഒരു പ്രീമിയവും നിങ്ങൾക്ക് എടുക്കുന്ന രീതിയിലുള്ള ഒരു സംഗതി ചെയ്തുകൊണ്ട് സഹായിക്കാം എന്ന് പറഞ്ഞാൽ അത് നിർവാഹമില്ല. ആള് കുറെ നാളായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പല ആളുകളുടെയും പോളിസികൾ എടുത്തതൊക്കെ അവസാനിപ്പിച്ച് പിന്നെ അവസാനം വന്നതാണ് ഇദ്ദേഹം. ന്യൂ മണി ബാക്ക് പോളിസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോളിസിയാണ് നമ്മളോട് അന്ന് സജസ്റ്റ് ചെയ്തത്. അന്ന് ഏകദേശം 3 മാസം കൂടുമ്പോൾ 6000 രൂപയോ മറ്റാണ് നമുക്ക് അടയ്ക്കേണ്ടത്. അങ്ങനെ 6000 രൂപ വെച്ച് 3 മാസം കൂടുമ്പോൾ അടച്ച് ഏകദേശം ഒരു 5.5 വർഷത്തിനൊക്കെ ശേഷം ഇത് ഇപ്പോ കഴിഞ്ഞ മാസം അത് നമ്മൾ സറണ്ടർ ചെയ്യാനുണ്ടായത്. അതായത് ഇപ്പോ ഇതിന്റെ മൊത്തം നമ്മളുടെ കയ്യിൽ നിന്നും ചെലവായിട്ടുള്ള തുകയും നമുക്ക് കിട്ടിയിട്ടുള്ള തുകയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ വലിയ നഷ്ടമാണ്. 22 ഇൻസ്റ്റാൾമെന്റുകളിലായിട്ട് 6000 രൂപയോളം വെച്ച് 1,30,000 രൂപയോളം ഞാൻ ഈ പോളിസിയിൽ ആകെ അടച്ചു. എനിക്ക് ആകെ കിട്ടിയത് 4 വർഷം പോളിസി അടച്ചു കഴിഞ്ഞപ്പോ മണി ബാക്ക് എന്നുള്ള രീതിയിൽ ഇൻഷുറൻസ് എമൗണ്ടിന്റെ അല്ലെങ്കിൽ ടോട്ടൽ കവറേജ് എമൗണ്ടിന്റെ 20%, അതായത് 3 ലക്ഷം രൂപയുടെ ഒരു പോളിസി ആയിരുന്നു, അത് 20% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 60,000 രൂപ എനിക്ക് തിരികെ കിട്ടി. അതോടൊപ്പം തന്നെ ഇപ്പോൾ സറണ്ടർ ചെയ്യുന്ന സമയത്ത് ഒരു 46,000 രൂപയും കിട്ടി. അതായത് എനിക്ക് ആകെ കിട്ടിയത് 1,06,000 രൂപയാണ്. 1,30,000 രൂപയോളം ഞാൻ ഈ 5 വർഷത്തിന് മേലിലായിട്ട് അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എഫക്റ്റീവ് നോക്കുകയാണെങ്കിൽ എനിക്ക് 24,000 രൂപ നഷ്ടമാണല്ലേ. അപ്പൊ ഈ 24,000 രൂപ നഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 വർഷം എനിക്ക് 3 ലക്ഷം രൂപ വെച്ച് കവറേജ് കിട്ടുന്നതിനായിട്ടുള്ള ഒരു തുകയാണ്. അതായത് ഒരു വർഷം എനിക്ക് ഏകദേശം 5,000 രൂപ കൊടുത്തിട്ടാണ് ഞാൻ വെറും 3 ലക്ഷം രൂപയുടെ ഒരു ഇൻഷുറൻസ് കവറേജ് എടുത്തിരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മളുടെ സാധാരണ നമ്മൾ പറഞ്ഞു തരാറുള്ള ടേം ഇൻഷുറൻസ് പോളിസികൾ ഒക്കെ ഉപയോഗിച്ച് നമ്മളുടെ ലൈഫ് കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ തുച്ഛം എമൗണ്ടിൽ ഈ 5,000 കൂടെ 5,000 രൂപ കൂടെ കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 കോടി രൂപയൊക്കെ കവറേജ് ഉള്ള പോളിസികൾ കിട്ടുന്നതായിട്ട് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതിനെ പറ്റിയിട്ട് നമ്മൾ കുറെ വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ നമ്മളെപ്പോഴും ഒരാളെ സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഫിനാൻഷ്യൽ അവസ്ഥ, ഒരു സേവിംഗ് പെർസ്പെക്റ്റീവ് അത് നമ്മളെ എന്തുമാത്രം മോശമായിട്ട് ബാധിക്കും എന്നുള്ളത് നിങ്ങൾ എപ്പോഴും ചിന്തിക്കണം എന്നുള്ളത് എൻ്റെ കയ്യിൽ നിന്ന് തന്നെയുള്ള ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. എപ്പോഴും നമുക്ക് മറ്റുള്ള ആളുകളെ സഹായിക്കാനായിട്ട് പറ്റിക്കൊള്ളണമെന്നില്ല, പക്ഷെ സഹായിക്കാതിരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയും ചിലപ്പോൾ ഉണ്ടായിരുന്നൊക്കെ വരാം. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥകളിൽ നമ്മൾ ഏറ്റവും കുറഞ്ഞ കാലാവധിയിൽ ഏറ്റവും കുറഞ്ഞ പ്രീമിയം ഉള്ള പോളിസികൾ എടുത്ത് അവരെ വേണമെങ്കിൽ സഹായിക്കാനായിട്ട് ശ്രമിക്കാം. പക്ഷെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് മോശം കാര്യങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിലും നല്ലത് അദ്ദേഹത്തിന് ഒരു 5,000 രൂപ ഞാൻ കടം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനിപ്പോ 3 മാസം കൂടുമ്പോൾ 6,000 രൂപ, അതായത് ഓരോ മാസം 2,000 രൂപ വെച്ച് കഴിഞ്ഞ ഒരു 5-5.5 വർഷം SIP ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ സാധാരണ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഫണ്ടിൽ SIP ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന അത്രയും വലിയൊരു എമൗണ്ട് എൻ്റെ കയ്യിലുണ്ടായേനെ. അപ്പൊ ഞാൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോ ഒരു ലൈബിലിറ്റീസ് ഒക്കെ കുറച്ചു കൊണ്ടുവരുന്ന, അതേപോലെ തന്നെ നമ്മുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഒരു സ്റ്റേബിൾ ആയി കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായതുകൊണ്ടും കൂടിയാണ് ഞാൻ ഈ ഇൻഷുറൻസ് പോളിസി സറണ്ടർ ചെയ്തത്. ഈ ഇൻഷുറൻസ് പോളിസി സറണ്ടർ ചെയ്യുന്നതിനായിട്ട് പലരും എന്നോട് ചോദിക്കാറുണ്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. അവർക്ക് ഇനിയുള്ള കാര്യം നമുക്ക് കേൾക്കാം. അതായത് ഇൻഷുറൻസ് പോളിസി സറണ്ടർ ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ ആകെ കൊണ്ടുപോകേണ്ടത് നിങ്ങളുടെ ഒറിജിനൽ പോളിസി ഡോക്യുമെന്റ്, അതുപോലെ 1 രൂപയുടെ റിവന്യൂ സ്റ്റാമ്പ്, അതുപോലെ നിങ്ങളുടെ ആധാർ കാർഡിന്റെ കോപ്പി, പാൻ കാർഡിന്റെ കോപ്പി, ക്യാൻസൽഡ് ചെക്ക് ലീവ്, ഇത്രയും കാര്യങ്ങൾ കൊണ്ട്
നിങ്ങൾ എവിടെ നിന്നാണോ പോളിസി എടുത്തിട്ടുള്ളത് ആ ഇൻഷുറൻസ് ഓഫീസിനെ തന്നെ സമീപിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് സറണ്ടർ ഫോം ഒരെണ്ണം തരും, അതുപോലെ ഫാക്ടർ ഡിക്ലറേഷൻ ഫോം ഒരെണ്ണം തരും, അതുപോലെ നിങ്ങളുടെ NEFT ഫോം ഒരെണ്ണം തരും. ഇത് കൂടാതെ നിങ്ങൾ ഒരു വെള്ളക്കടലാസിൽ നിങ്ങളുടെ ഇന്ന പോളിസി ഇന്ന കാരണം കൊണ്ട് സറണ്ടർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, അത് എത്രയും പെട്ടെന്ന് ഇന്ന അക്കൗണ്ടിലേക്ക് ആ പണം സറണ്ടർ വാല്യൂ കൈമാറിക്കൊണ്ട് ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു വൈറ്റ് പേപ്പറിൽ ഒരു ലെറ്ററും എഴുതണം. എന്നിട്ട് ഈ സറണ്ടർ ഫോമിന്റെ അവസാന ഭാഗത്ത് നമ്മൾ റവന്യൂ സ്റ്റാമ്പ് ഒട്ടിച്ച് അതിന്മേൽ സൈൻ ചെയ്ത് അവർക്ക് കൊടുക്കുകയാണ് വേണ്ടത്. എനിക്ക് ഏകദേശം ഒരു 8-9 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ എനിക്ക് എൻ്റെ അക്കൗണ്ടിൽ ഈ സറണ്ടർ വാല്യൂ വന്നു. അതിന് മുൻപ് LIC ഓഫീസിൽ നിന്ന് തന്നെ വിളിച്ചിരുന്നു. LIC ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് അവര് നമ്മൾ കൃത്യമായിട്ട് പോളിസി അടയ്ക്കുന്ന ആളായതുകൊണ്ട് തന്നെ ഇത് എന്തുകൊണ്ടാണ് സറണ്ടർ ചെയ്യുന്നത്, അത് ആ തീരുമാനം ഒഴിവാക്കി കൂടെ, അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും പൈസയുടെ ആവശ്യമാണെങ്കിൽ ലോൺ സൗകര്യം ഉണ്ട്, അത് തരാം, നിങ്ങൾക്ക് ഇത് ഇപ്പൊ സറണ്ടർ ചെയ്താൽ വലിയ നഷ്ടം തന്നെയാണ്, പക്ഷെ ഇനി ഇത് അടച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അതിലും വലിയ നഷ്ടമാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞത് അവരെ ആശ്വസിപ്പിച്ചു വിടുകയാണ് ഉണ്ടായത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഇൻഷുറൻസ് പ്രോഡക്റ്റുകളായാലും മറ്റുള്ള സേവിങ്സ് പ്രോഡക്റ്റുകളും നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതും ഒരു നല്ല കാര്യമൊക്കെ തന്നെയാണ് എന്നുണ്ടെങ്കിലും നമ്മുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളെ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് അങ്ങനെ സഹായിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ വലിയ ഒരു തട്ടിപ്പ് അല്ലെങ്കിൽ വലിയ നഷ്ടത്തിൽ പെടും എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ എന്നെ ഈ അടുത്ത് നമ്മുടെ ആസ്കർ പേയ്മെന്റ് സർവീസിലേക്ക് ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 17,000 രൂപ മാസം അടയ്ക്കുന്ന ഒരു ഇൻഷുറൻസ് പോളിസിയാണ് അദ്ദേഹത്തിന്റെ ആത്മാർത്ഥ സുഹൃത്ത് ചേർത്ത് പോയത്. 3 മാസം അടച്ചുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ വളരെ വലിയ നഷ്ടമാണ് ഉണ്ടാവുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അദ്ദേഹം ആ പോളിസിയിൽ നിന്ന് ഒഴിവാവുകയാണ് ഉണ്ടായത്. 50,000 പോയത് പോട്ടെ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ തോട്ട് പ്രോസസ്സ്. നമ്മളെയും കോൺടാക്ട് ചെയ്തപ്പോൾ ഞാൻ ആ ഒരു രീതിയിലുള്ള ഡയറക്ഷൻ തന്നെയാണ് കൊടുത്തത്. അദ്ദേഹത്തിന് ഒരു നല്ല ടൈം ഇൻഷുറൻസ് എടുക്കാനായിട്ട് ഒരു 10,000 രൂപയൊക്കെയാണ് ഇയർലി അടയ്ക്കേണ്ടതുള്ളൂ. അപ്പൊ അങ്ങനെ ഒക്കെ ഉള്ള ഒരാള് ഇത്രയും വലിയൊരു എമൗണ്ട് അദ്ദേഹത്തിന്റെ സേവിങ്സിൽ നിന്ന്, അതും അദ്ദേഹം വലിയൊരു കടക്കാരനും കൂടിയാണ്, അങ്ങനെയുള്ള ഒരാൾ അങ്ങനെ ഒരു പോളിസി എടുക്കുന്നത് വളരെ ഒരു തെറ്റായിട്ടുള്ള തീരുമാനമാണ് എന്നുള്ളത് അദ്ദേഹത്തോട് പറഞ്ഞ് മനസ്സിലാക്കാനും അങ്ങനെ അതിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ പല ബാങ്ക് മാനേജർമാരായാലും LIC ഏജന്റുമാരായാലും പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനികളുടെ ഏജന്റുമാരായാലും അവരുടെ കാര്യങ്ങൾ നടക്കുക എന്നുള്ളതിനാണ് അവരെപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത്. അത് വെച്ച് നമ്മളുടെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ഒരിക്കലും പോകരുത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള 2 വീഡിയോകളൂടെ കാണാം. അത് കണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്.